എന്റെ ഒരു അഭിപ്രായത്തില് ജീവിതത്തിൽ എല്ലാവരും ഒരു തവണയെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കണം. നിന്ന് കഴിഞ്ഞാൽ പിന്നെ നടുക്കടലിൽ കൊണ്ടിട്ടാലും നീന്തിപ്പോരും. ഇത് പറയാൻ വേറൊന്നുമല്ല, കാരണം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വളരെ കാര്യമായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചു, ചേച്ചിക്ക് ഹോസ്റ്റൽ എക്സ്പീരിയൻസസ് ഒന്നും ഉണ്ടായിട്ടില്ലേന്ന്. മറക്കാൻ പറ്റുമോ? വീട്ടിൽ അമ്മ ഇഷ്ടമില്ലാത്ത ഫുഡ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ കഴിക്കാത്തവരാണോ നിങ്ങൾ? ഹോസ്റ്റലിൽ പോകൂ. കഴിഞ്ഞ ദിവസം കഞ്ഞി കുടിക്കാൻ ചെന്നപ്പം കഞ്ഞിയിലൊരു ചേരട്ട. ആഹാ, ഇപ്പൊ കഞ്ഞിന്ന് കേൾക്കുന്നത് തന്നെ ട്രോമയായി മാറി. പിന്നെ എന്റെ ഹോസ്റ്റലിൽ മാത്രമല്ലെന്നറിയാം, എന്നാലും സമാധാനത്തോടെ ഒരു സാധനം വെച്ചിട്ട് പോകാൻ പറ്റില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അടിച്ചോണ്ട് പോകുന്ന ടീംസാണ്. എന്തിനേറെ പറയാൻ, ഓറിയോ ബിസ്ക്കറ്റ് തൊട്ട് ഐഫോൺ വരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ ടീംസിനെ എനിക്കറിയാം. എന്ത് മനസ്സുഖാണ് അവർക്കൊക്കെ കിട്ടുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ സാധനം സൂക്ഷിച്ചും കണ്ടും ഒക്കെ വെക്കുക. പിന്നെ എന്റെ ഹോസ്റ്റൽ ഒരു സൂ ആണ്. 8-10 പട്ടി, പൂച്ച, എലി, പിന്നെ കുറെ വൃത്തികെട്ട പ്രാണികൾ, പാമ്പുകൾ, അങ്ങനെ പലതും. പാമ്പുകളെ പിന്നെ നമുക്ക് മാനേജ് ചെയ്യാം, കാരണം അതിലും വിഷം കൂടിയ പാമ്പുകളുടെ കൂടെ ആയിരുന്നല്ലോ നമ്മൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഏത്? ആൻഡ് ഏറ്റവും വലിയ ടിപ്പ്, ആരും കണ്ണും പൊട്ടി വിശ്വസിക്കാതിരിക്കുക. പിന്നെ അവരെങ്ങാനും എന്തെങ്കിലും വള്ളി പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ആ വള്ളി ഏറ്റെടുക്കുന്നതിന് മുന്നേ തിങ്ക് ട്വൈസ്. കാരണം നിങ്ങൾ എന്തെങ്കിലും വള്ളി പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അവർ പറയും മാനേജ് യുവർ സെൽഫ്സ് എന്ന്. അപ്പൊ വെറുതെ ശശിയാവാൻ നിൽക്കണ്ട. പിന്നെ ഹോസ്റ്റലിലെ മെയിൻ ആണല്ലോ വാർഡൻ. നിന്നാലും കിടന്നാലും ഇരുന്നാലും ഒക്കെ അവർ മുട ഇറക്കും. ആൻഡ് അപ്പോഴൊന്നും തിരിച്ചു മുട ഇറക്കാൻ നിൽക്കരുത്. ട്രസ്റ്റ് മീ, അനുഭവത്തീന്ന് പറയാണ്. പിന്നെ എല്ലാത്തിനും പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്റ്റൽ ലൈഫും. ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല മെമ്മറീസ് തരാൻ പറ്റുന്നതും, അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന മൊമെന്റ്സും ഒരേപോലെ തരാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഹോസ്റ്റൽ.